ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടം എന്നാൽ അത് വെറുമൊരു മത്സരമല്ല. കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമിടിപ്പാണ്, ആവേശത്തിന്റെ കൊടുമുടിയാണ്. ഈ മഹാസമരത്തിനായി ലോകം മുഴുവൻ ശ്വാസമടക്കി കാത്തിരിക്കുമ്പോൾ രാഷ്ട്രീയ വാശികൾക്ക് മുന്നിൽ കളി ഉപേക്ഷിക്കപ്പെടുമെന്നത് കായിക പ്രേമികളുടെ ഹൃദയം തകർക്കുന്ന തീരുമാനമാണ്. സ്റ്റേഡിയത്തിൽ ഇരുമ്പേണ്ട ആവേശത്തിന് പകരം ശ്മശാനമൂകമാകുന്ന ഗ്യാലറികൾ. അവശേഷിക്കുന്നത് ക്രിക്കറ്റ് എന്ന മനോഹരമായ കളിയോട് ചെയ്യുന്ന അനീതി മാത്രം. ഓരോ പന്തിനും ഓരോ റണ്ണിനും പിന്നാലെ പായുന്ന കോടിക്കണക്കിന് കണ്ണുകളെയും പ്രാർത്ഥനകളെയും പാതി വഴിയിൽ തള്ളിക്കളയുന്ന ഈ തീരുമാനം കളിക്കളത്തിലെ സ്പിരിറ്റിനെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട്. സാമ്പത്തികമായ കണക്കുകൾ പരിശോധിച്ചാൽ ഈ പിന്മാറ്റം ഒരു വലിയ തകർച്ചയുടെ തുടക്കമാണ്. ലോകകപ്പിലെ ഏറ്റവും മൂല്യമുള്ള ഈ മത്സരം നടന്നില്ലെങ്കിൽ സംരക്ഷണാവകാശമുള്ള കമ്പനികൾക്കും സ്പോൺസർമാർക്കും ഏകദേശം 200 കോടി രൂപയുടെ പരസ്യ നഷ്ടമുണ്ടാകും. ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡായിരിക്കും. ICCയിൽ നിന്ന് ലഭിക്കേണ്ട 316 കോടി രൂപയോളം നഷ്ടപ്പെടാനും കോടിക്കണക്കിന് രൂപയുടെ നിയമ നടപടികൾ നേരിടാനും ഇത് കാരണമാകും. വെറും വാശിയുടെ പേരിൽ ഒരു രാജ്യം തങ്ങളുടെ ക്രിക്കറ്റ് ഭാവിയെ തന്നെയാണ് ഇവിടെ പരാജയപ്പെടുത്തുന്നത്. ബ്രോഡ്കാസ്റ്റർമാർ ICCക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതോടെ വലിയൊരു സാമ്പത്തിക നിയമയുദ്ധത്തിന് തന്നെ ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. എങ്കിലും സാമ്പത്തിക നഷ്ടത്തെക്കാൾ വലുത് കായിക ലോകത്തിനുണ്ടാകുന്ന ആഘാതമാണ്. ക്രിക്കറ്റ് മൈതാനത്തെ ആ പ്രതിഭകൾ ഭരണകൂടങ്ങളുടെ പിടിവാശിയിൽ തളയ്ക്കപ്പെടുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് ആരാധകരുടെ സ്നേഹമാണ്. ലോകകപ്പിന്റെ തിളക്കം തന്നെ ഇല്ലാതാക്കുന്ന ഈ വിടവ് ഒരിക്കലും നികത്താനാകില്ല. അതിരുകൾ ഭേദിക്കുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിനുമേൽ രാഷ്ട്രീയത്തിന്റെ കരിനിഴൽ വീഴുന്നത് ദൗർഭാഗ്യകരമാണ്. ഈ കളി മുടങ്ങുന്നത് കേവലം ഒരു മത്സരത്തിന്റെ നഷ്ടമായല്ല, മറിച്ച് ക്രിക്കറ്റ് എന്ന വികാരത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ലോകത്തിന്റെ മുഴുവൻ നിരാശയാണ്. ICCയുടെ അച്ചടക്ക നടപടികളിലൂടെ പാകിസ്ഥാൻ പൂർണ്ണമായി വിലക്കപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ വൈവിധ്യത്തിന് തന്നെ തിരിച്ചടിയാകും. അതിലുപരി ആവേശത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ആരാധകരുടെ ഹൃദയമാണ് ഇവിടെ നുറുങ്ങുന്നത്. സ്റ്റേഡിയത്തിൽ മുഴങ്ങേണ്ട ആർപ്പുവിളികൾക്കും പാറിപ്പറക്കേണ്ട പതാകകൾക്കും പകരം നിശബ്ദത പടരുമ്പോൾ കായിക ലോകം രാഷ്ട്രീയത്തിനു മുന്നിൽ മുട്ടുമടക്കുകയാണെന്ന സങ്കടകരമായ സത്യം അവശേഷിക്കും. ഈ മുറിവ് ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്നും ഒരു വേദനയായി നിലനിൽക്കും. വരാനിരിക്കുന്ന തലമുറകൾ ഈ ലോകകപ്പിനെ ഓർക്കുക മൈതാനത്തെ റെക്കോർഡുകളുടെ പേരിലല്ല, മറിച്ച് കളി തോറ്റുപോയ ഒരു രാഷ്ട്രീയ വാശിയുടെ കറുത്ത അധ്യായമായിട്ടായിരിക്കും.